ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എസ് കുക്ക് ബുക്ക്. നമുക്കിന്ന് മധുരം കുറച്ചും നെയ്യ് കുറച്ചും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു ബ്രെഡ് ഡെസേർട്ട് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡ് മിൽക്ക് ഡെസേർട്ടാണ്. ഇതിനായി 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്ത ബ്രെഡ് ക്രംസിനെ ഒരു പാനിലിട്ട് നന്നായി വറുത്ത് മാറ്റി വയ്ക്കണം. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് അലിയിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് തിളപ്പിക്കുക. പാല് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ബ്രെഡ് ക്രംസ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കട്ടിയാകുന്നത് വരെ കുറുക്കിയെടുക്കണം. ഇനി കുറുകി വന്ന ആ മിശ്രിതത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് നന്നായി യോജിപ്പിച്ച് ആ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നന്നായി ഇളക്കി എടുക്കുക. നെയ്യും പഞ്ചസാരയും കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി നല്ലൊരു സ്ക്വയർ ഷേപ്പുള്ള പാത്രത്തിലേക്കാക്കി ഷേപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ പുറത്തേക്ക് നമുക്കിഷ്ടമുള്ള നട്ട്സോ ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും വെച്ച് അലങ്കരിച്ച് മുറിച്ചെടുക്കാം. ഇത് നമുക്ക് വീട്ടിലെ പ്രായമുള്ളവർക്കും കൊടുക്കാൻ പറ്റും. മധുരം കുറവായതുകൊണ്ടും നെയ്യ് കുറവായതുകൊണ്ടും അവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് ഐറ്റമായി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.